Good morning, my dears. Today our topic, that is the kinds of insurance. ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പലതരത്തിലുള്ള ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇൻഷുറൻസ് ഈസ് എ മെത്തേഡ് ഓഫ് സെക്യൂറിംഗ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ആൻഡ് കണ്ടിജൻസീസ്. Now, insurance has become a significant part of business and human life. At present, insurance has spread to many new areas. It covers various areas of subject and covers a major part of total population. ഇവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഇൻഷുറൻസ് ഈസ് എ മെത്തേഡ് ഓഫ് സെക്യൂർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കുന്ന അൺസർട്ടനിറ്റീസിനെതിരെ നമ്മളെടുക്കുന്നൊരു പ്രൊട്ടക്ഷനാണ്, സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് നമുക്കറിയാം. ഏതാണ് ഇൻഷുറൻസിന് നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസിഫൈഡ് ഇൻ ടു. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ലൈഫ് ഇൻഷുറൻസ്, സെക്കൻഡ് വൺ ഈസ് ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ദെൻ ഇവിടെ രണ്ട് തരത്തിലാണ് സാധാരണ ഇൻഷുറൻസിനെ തരംതിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ജനറൽ ഇൻഷുറൻസ്. ദെൻ ജനറൽ ഇൻഷുറൻസിലെ എന്തൊക്കെയാണ് ജനറൽ, അതായത് പലതരത്തിലുള്ള ഇൻഷുറൻസിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളതാണ്. ദെൻ അതിൽ ഫയർ ഇൻഷുറൻസ്, ദെൻ മെറൈൻ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, മിസ്ലേനിയസ് ഇൻഷുറൻസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറൽ ഇൻഷുറൻസ്? ഫയർ ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ആൻഡ് മിസ്ലേനിയസ് ഇൻഷുറൻസ്. And then first one is life insurance. Life insurance may be defined as a contract whereby the insurer, in consideration of a premium, undertakes to pay a certain sum of money on the death of the insured or on the expiry of a fixed period. അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് വെയർ ബൈ ഇൻഷുറർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻ കൺസിഡറേഷൻ ഓഫ് എ പ്രീമിയം എമൗണ്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നേരിടുന്നൊരു കരാറാണിത്. undertakes to pay a certain sum of money on the death of the insured or on the expiry of a fixed period. അതായത് ഒന്നുകിൽ ഇൻഷുർഡ് പേഴ്സൺ മരണപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ അതിൻ്റെ കാലാവധി എത്തുമ്പോഴോ പൂർണ്ണമായിട്ടും എന്താ പറയുക ഒരു ഫിക്സഡ് സം തിരിച്ച് നൽകാമെന്നുള്ള കണ്ടീഷന്മേൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു കരാറാണ് ഇത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജനറലായിട്ട് പഠിക്കുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ നെക്സ്റ്റ് മൊഡ്യൂളിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഇവിടെ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് whereby the insurer, in consideration of a premium, undertaken to pay a certain sum of money on the death of the insured or on the expiry of the fixed period. ഒരു ഫിക്സഡ് പീരീഡിൻ്റെ എക്സ്പയറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് തിരിച്ചു കൊടുക്കാമെന്നുള്ള കണ്ടീഷൻ മേൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്ന ഒരു കരാറാണ് ഇത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദ ഡെഫിനിഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് വൈഡൻഡ് ബൈ ഇൻക്ലൂഡിംഗ് ആന്വിറ്റി ബിസിനസ് ഇൻ 1938. ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആസ് വെൽ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ശരിക്കും പറയാച്ചാൽ ലൈഫ് ഇൻഷുറൻസ് നമുക്കൊരു പ്രൊട്ടക്ഷനും തരുന്നുണ്ട്, അതേസമയം അതെന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി നോൺ ആസ് ലൈഫ് അഷുറൻസ് because the payment of the sum insured is certain and assured. Life insurance contract is generally described as contingent contract because the loss of life cannot be compensated and only a specified amount is paid on the death of the insured. ഇത്രയാണ് അപ്പോൾ അതിൽ പറയാനുള്ളത്. അതായത് ഇവിടെ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് ജനറലി ഡിസ്ക്രൈബ്ഡ് ആസ് കണ്ടീജന്റ് കോൺട്രാക്ട് ബിക്കോസ് ദ ലോസ് ഓഫ് ലൈഫ് കനോട്ട് ബി കോമ്പൻസേറ്റഡ് ആൻഡ് നോട്ട് ഓൺലി സ്പെസിഫൈഡ് എമൗണ്ട് ഈസ് പെയ്ഡ് ഓൺ ദി ഡെത്ത് ഓഫ് ദി. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസിൽ നമുക്കൊരു കോമ്പൻസേഷൻ സാധ്യമല്ല,
പക്ഷേ ഒരു ഫിക്സഡ് സം അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ കാലാവധി എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാമെന്നോ ഉള്ള കരാറിന്മേൽ നമ്മൾ ഏർപ്പെടുന്ന വൺ ഓഫ് ദി ലീഗൽ കോൺട്രാക്റ്റാണ് ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ലൈഫ് ഇൻഷുറൻസ് ഡെഫിനിഷൻ നോക്കാം. ലൈഫ് ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് കോൺട്രാക്ട് വെയർ ബൈ ദ ഇൻഷുറർ in consideration of a premium undertakes to pay a certain sum of money on the death of the insured or on the expiry of a fixed period. The next one is life insurance contract contains security, protection and investment. Then it gives financial security to the dependent on death of the insured. If he survives, then he is given the maturity value of the life insurance policy, which provides him economic security. Then secondly, it contains an element of investment as the insurance company repays the amount already deposited by the insured together with the bonus. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് അവർ ടോപ്പിക് ദറ്റ് ഈസ് ഫയർ ഇൻഷുറൻസ്. എന്താണ് ഫയർ ഇൻഷുറൻസ് നോക്കാം. ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ അഗ്രിമെൻറ്റ് വെർബൈ വൺ പാർട്ടി ഇൻ റിട്ടേൺ ഓഫ് എ കൺസിഡറേഷൻ അണ്ടർടേക്കൺ ടു ഇൻഡിമിനിഫൈ ദ അതർ പാർട്ടി അഗെയിൻസ്റ്റ് ഫൈനാൻഷ്യൽ ലോസ് which the later may sustain by reasons of certain defined subject matter being damaged or destroyed by fire or other defined perils up to an agreed amount. അവിടെ എന്താണ് ഫയർ ഇൻഷുറൻസ് നോക്കാം. ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് മേ ഡിഫൈൻഡ് ആസ് ആൻ അഗ്രിമെൻറ്റ് വെയർ ബൈ വൺ പാർട്ടി ടു റിട്ടേൺ ഓഫ് കൺസിഡറേഷൻ. സാധാരണത്തെ പോലെ തന്നെ പ്രീമിയം അടച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കരാറാണത്. ടു ഇൻഡെമിനിഫൈ ദ അതർ പാർട്ടി അഗെയിൻസ്റ്റ് ദ ഫിനാൻഷ്യൽ ലോസ്. ഇൻഡെമിനിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. ഇൻഡെമിനിഫൈ ദ അതർ പാർട്ടി അഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ ലോസ്. Indemnify the other party against the financial loss which the later may sustain by reasons of certain defined subject matter being damaged or destroyed by fire or other defined perils up to an agreed amount. The party responsible to indemnify the loss is called the insurer. ആരാണോ നഷ്ടം പരിഹരിച്ചു കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത് അയാളെ ഇൻഷുറർ എന്നും, ദ പാർട്ടി ഹു ഇൻഷുർസ് ഹിസ് പ്രോപ്പർട്ടി, ആരാണോ അവരുടെ പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്തിരിക്കുന്നത് അയാളെ ഇൻഷുർഡ് എന്നും പറയുന്നു. ദ കൺസിഡറേഷൻ ഫോർ ദ കോൺട്രാക്ട് ഈസ് കോൾഡ് ദ പ്രീമിയം. അതിനുള്ള കൺസിഡറേഷനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീമിയം എന്ന് പറയാം. ദ ഡിഫൻസ് സബ്ജക്റ്റ് മാറ്റർ ഈസ് ടേംഡ് ആസ് പ്രോപ്പർട്ടി ഇൻഷുർഡ്. ദ സം സ്റ്റേറ്റഡ് ഇൻ ദ കോൺട്രാക്ട് ഈസ് കോൾഡ് ആസ് ഇൻഷുർഡ് സം. And the documents containing the terms and conditions of the contract is called the insurance policy. Next one is, in order to make the insurer liable under the contract, fire must be actual fire or ignition, and it must be accidental and not intentional. Fire insurance contract has all the general features of the contract. Usually fire insurance policies are issued for 1 year and are called annual insurance. ലൈഫ് ഇൻഷുറൻസ് പോലെ ഒരുപാട് കാലയളവിലേക്ക് ഫയർ ഇൻഷുറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫയർ ഇൻഷുറൻസ് സാധാരണ രീതിയിൽ ഒരു വർഷത്തേക്ക് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സർട്ടൻ കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി സച്ച് ആസ് കറൻസി, ഡീഡ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ നോർമലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഇൻഷുറൻസ് കവറേജ്. സാധാരണ രീതിയിൽ കറൻസിയോ ഡീഡോ അതല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ മറ്റ് സെക്യൂരിറ്റീസോ എന്ത് ചെയ്യാണ് ചെയ്യണത്, ദെൻ നോർമലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഫയർ ഇൻഷുറൻസ് കവറേജ്. ഇതെല്ലാം ഫയർ ഇൻഷുറൻസ് കവറേജിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ലോസ് ഫ്രം വാർ, ഇൻവേഷൻ, റെവല്യൂഷൻ എക്സെട്ര ആർ ഓൾസോ എക്സ്ക്ലൂഡഡ്. അപ്പോൾ എന്താണെന്ന് ഫയർ ഇൻഷുറൻസ് മനസ്സിലായി. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു പ്രോപ്പർട്ടിയിൽ മേൽ ഇൻഷുർഡിന് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പെടുന്ന ഒരു അഗ്രിമെൻറ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഫയർ ഇൻഷുറൻസ് ഒരു വർഷത്തെ കാലാവധിയിലേക്കാണ് നമ്മൾ ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആനുവൽ ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ആനുവൽ ഇൻഷുറൻസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. Then third one is marine insurance. എന്താണ് മെറൈൻ ഇൻഷുറൻസ് നോക്കാം. Marine insurance is defined as a contract between the insurer and insured whereby the insurer undertakes to indemnify the insured in manner and to enrich thereby agreed against marine losses incident to marine adventure. അതായത്
മെറൈൻ, അതായത് കടലുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, അത് ആ യാത്രയിലോ കപ്പലിനോ അതിൻ്റെ ഫ്രൈറ്റ് ചാർജിനോ ഒക്കെ എടുക്കുന്ന സംരക്ഷണമാണ് നമ്മളവിടെ മെറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുവേർഡും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലെടുക്കുന്ന വൺ ഓഫ് ദി കോൺട്രാക്റ്റ് ആണത്. ദെൻ അവിടെ ഇൻഷുർ ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെമിനിഫൈ ദ ഇൻഷുർഡ് ഇൻ എ മാനർ ആൻഡ് ടു ഇൻട്രസ്റ്റ് ദെയർ ബൈ അഗ്രീഡ്. എന്താണ് അവർ അഗ്രി ചെയ്തിരിക്കുന്നത്? അഗെയിൻസ്റ്റ് മെറൈൻ ലോസസ്. കണ്ടോ, അവിടെ മെറൈൻ ലോസസിന് പ്രൊട്ടക്ഷൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പെടുന്ന ഒരു കരാറാണ് ഇത് മെറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ മെറൈൻ ഇൻഷുറൻസ് കവേഴ്സ് ലാർജ് നമ്പർ ഓഫ് റിസ്ക്. ഈ മെറൈൻ ഇൻഷുറൻസിൽ എന്താണ് കവർ ചെയ്യപ്പെടുക? ഇൻക്ലൂഡിങ് സിങ്കിങ് ഓഫ് വെസൽ, ദെൻ ബേണിംഗ്, സ്ട്രാൻഡിങ്, ആക്സിഡൻറ്റ്, കൊളീഷൻ, പൈറസി, എക്സ്പ്ലോഷൻ, സീ ഡക്കേറ്റ്സ്, സ്റ്റോംസ് ആൻഡ് വേരിയസ് അതർ പെറിൽസ് ഓഫ് ദ സീ. അതായത് കടലിൽ വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും കപ്പൽ മുങ്ങിപ്പോവാം, കപ്പൽ കൊളീഷൻ ഉണ്ടാവാം, കൂട്ടിയിടിച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം, കത്തിപ്പോവാം, മോഷണം സംഭവിക്കാം, ദെൻ അങ്ങനെ പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ്, സ്റ്റോംസ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കലാമിറ്റീസൊക്കെ ഉണ്ടാവാം. ദെൻ ഇവിടെ ദ സ്റ്റോംസ് ആൻഡ് വേരിയസ് അതർ പെറിൽസ് ഓഫ് ദ സീ, ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം ഏതിൻ്റെ കീഴിലാണ് വരിക? മെറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന പെർവിലാണ് പെടുക. അപ്പോൾ മെറൈൻ ഇൻഷുറൻസ് കവേഴ്സ് എ ലാർജ് നമ്പർ ഓഫ് റിസ്ക് ഇൻക്ലൂഡിങ് സിങ്കിങ് ഓഫ് വെസൽ, ബേണിംഗ്, സ്ട്രാൻഡിങ്, ആക്സിഡൻറ്റ്, കൊളീഷൻ, പൈറസി, എക്സ്പ്ലോഷൻ, സീ ഡിക്കറ്റ്സ്, സ്റ്റോംസ് ആൻഡ് വേരിയസ് അതർ പെറിൽസ് ഓഫ് ദ സീ. നെക്സ്റ്റ്, marine insurance usually consists of full insurance, cargo insurance or merchandise loaded in the ship, freight insurance and liability insurance. ഇത്തരത്തിലാണ് അത് ഇൻഷുർ ചെയ്യപ്പെടാറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇൻഷുറൻസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? Then first one is life insurance and second one is general insurance. ജനറൽ ഇൻഷുറൻസിലാണ് ഏതൊക്കെ ഉൾപ്പെടുക? ജനറൽ ഇൻഷുറൻസിൽ ഫയർ ഇൻഷുറൻസും മെറൈൻ ഇൻഷുറൻസ്, ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി മെറൈൻ ഇൻഷുറൻസും അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ്? എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് നോക്കാം, അതല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദി ഹെൽത്ത് ഓഫ് ദി എക്കോണമി. ഇഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ആർ ഹെൽത്തി, ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി വുഡ് ഓൾസോ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഇൻകറിങ് മെഡിക്കൽ എക്സ്പെൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ്. വാട്ട് ഈസ് മെൻ ബൈ മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ്? എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് നോക്കാം. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് എ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഇൻക്വറിങ് മെഡിക്കൽ എക്സ്പെൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസ് നേരിടുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിന് നേരിടുന്ന റിസ്ക്കുകളെയാണ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് എ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഇൻക്വറിങ് മെഡിക്കൽ എക്സ്പെൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ്. നമുക്കറിയാലോ, ഈയിടെയായിട്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം പ്രോബ്ലംസ് മെഡിക്കൽ ഫീൽഡിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു എക്സ്പെൻസ് തന്നെ ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ബാധ്യതയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകാവുന്ന ബാധ്യതകളെ ഒഴിവാക്കുന്നതിനായി ഒരു കവറേജ് അവർക്ക് ആവശ്യമാണ്. ദെൻ അതൊരു സോഷ്യൽ സെക്യൂരിറ്റി കൂടിയാണ്. അപ്പോൾ ദെൻ അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഇൻക്വറിങ് മെഡിക്കൽ എക്സ്പെൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ്. നമുക്കപ്പോൾ താങ്ങാൻ പറ്റാവുന്നതിലധികം മെഡിക്കൽ എക്സ്പെൻസസ് വരുമ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻഷുറൻസ് പോളിസിയാണ് അവിടെ ഇത് മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഇൽനെസ് ആൻഡ് ആക്സിഡൻറ്റ്. സുഖമില്ലാതെയാവുമോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എന്ത് വരിക? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക. ഇറ്റ് കവേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഇൽനെസ് ആൻഡ് ആക്സിഡൻറ്റ്സ്. ഇറ്റ് എൻഷുവേഴ്സ് ഗുഡ് മെഡിക്കൽ കെയർ വിത്തൗട്ട് വറിയിങ് അബൌട്ട് എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ തന്നെ മെഡിക്കൽ, അതായത് ഈയിടെയായിട്ട് നമ്മൾ മുൻപത്തെ കാലഘട്ടങ്ങളിലേക്കാളും കൂടുതലായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. അതായത്
ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡിസീസസ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ബർഡനാണ്. അപ്പോൾ ഇവിടെ ഇറ്റ് കവേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഇൽനെസ്, ആക്സിഡൻറ്റ്സ് എക്സെട്ര. നവഡേയ്സ് മെഡിക്കൽ എക്സ്പെൻസസ് ഹാവ് ഇൻക്രീസ്ഡ് ടു എക്സ്ട്രാ ഓർബിറ്റൻ ഹൈറ്റ്. അതായത് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നേക്കാളും വളരെ വലിയൊരു രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. ആസ് ഇൻക്രീസ്ഡ് ടു ദെൻ കോമൺ മാൻ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. Now, various plans are available depending upon the age group of the insured and the income of the individuals. Health insurance plans are available in two formats: individual health insurance policies and family insurance policies. ഈ മെഡിക്കൽ ഇൻഷുറൻസുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ പ്ലാൻസ് ഉണ്ട്, അതേസമയം തന്നെ മെഡിക്കൽ പ്ലാൻസുകളും ഉണ്ട്. ഇൻഡിവിജ്വൽ പ്ലാൻസ് ഉണ്ടായിരിക്കും, അതേസമയം ഫാമിലി പ്ലാൻസ് ഉണ്ട്. ജനറലി മോസ്റ്റ് ഓഫ് ദ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഇൻ ഇന്ത്യ ഹാവ് എ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ത്രൂ ഇറ്റ് കംസ് വിത്ത് ദ വെയിറ്റിംഗ് പീരിയഡ്. Many private insurance have started various health insurance plans which provides medical reimbursement in incurring medical expenses. നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് നൽകാം എന്നുള്ള കരാറിന്മേലാണ് നമ്മൾ ഏത് പോളിസീസ് എടുക്കുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് എൻഷുർ ദ പേഴ്സൺ അഗെയിൻസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് മെഡിക്കൽ എക്സ്പെൻസസ്, എമർജൻസീസ് ആൻഡ് കീപ് ദ ഫാമിലീസ് ഫിനാൻസ് സ്റ്റേബിൾ ഡ്യൂറിങ് സച്ച് എ ടെസ്റ്റിംഗ് ടൈം. Keeping in mind the rise in medical costs and increase in diseases, buying a health insurance has become mandatory. A medical emergency can knock anybody's door and affect a person financially and emotionally. As a result, financial advisors suggest that it is prudent to buy a health insurance plan. അപ്പോൾ then അവിടെ നമ്മൾ പഠിക്കുന്നത് what is meant by medical insurance or what is meant by health insurance. Medical insurance is an insurance against the risk of incurring medical expenses among individuals. Then അതിൽ തന്നെ ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ആർ ദി റീസൺസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ്? ഈയിടെയായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഇത്രമാത്രം ഡെവലപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. റീസൺസ് ഫോർ ഡെവലപ്പിംഗ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ്. ഫോളോയിങ് ആർ ദ റീസൺസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെഡിക്കൽ ഇൻഷുറൻസ്. First one is corporate health cover is not sufficient. Then increase in incidence of diseases, better financial planning, tax benefit, value of money. ഏതൊക്കെയാണ് reasons for developing of medical insurance? Then first one is corporate health cover is not sufficient. Which rise in medical costs, the corporate health plan and become insufficient. So it is useful to have individual health plan. അതായത് നമുക്ക് എന്താ പറയാൻ പറ്റുക, കോർപ്പറേറ്റ് ഹെൽത്ത് കവർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. കോർപ്പറേറ്റുള്ള ഹെൽത്ത് കവറൊന്നും നമുക്ക് കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഇത് റൈസിങ് മെഡിക്കൽ കോസ്റ്റ് ദ കോർപ്പറേറ്റ് ഹെൽത്ത് പ്ലാൻ ഹാസ് ബിക്കം ഇൻസഫിഷ്യൻറ്റ്. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇൻഡിവിജ്വലായിട്ട് നമുക്കത് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് കോർപ്പറേറ്റ് ഹെൽത്ത് കവർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. അവിടെ രണ്ടാമത് പറയുന്നത് ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് ഓഫ് ഡിസീസസ്. പുതിയ പുതിയ രോഗങ്ങളുടെ ഒരു ആവിർഭാവം എന്നൊക്കെ പറയാം. ഇൻ ഇന്ത്യ ഫേസിങ് റെഗുലർ ത്രെറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് അക്യൂട്ട് ഡിസീസസ് ഇൻക്ലൂഡിങ് ക്യാൻസർ, എയ്ഡ്സ്, ഹാർട്ട് ഡിസീസസ് എക്സെട്ര. Treatment of such diseases is very costly. In the light of increasing medical cost coupled with increasing demand for healthcare services, health insurance has emerged as an alternative mechanism to fight deadly diseases. അവിടെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുതിയ പുതിയ ഡിസീസസ്, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഹാർട്ട് ഡിസീസസ്, കിഡ്നി ഡിസീസസ്, എയ്ഡ്സ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവാണ്. അത്തരം എക്സ്പെൻസുകളെ കവർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇത്. അപ്പോൾ അതൊക്കെയാണ് കാരണം. എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് ഹെൽത്ത് കവർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്, അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് ഓഫ് ഡിസീസസ്, ബെറ്റർ ഫൈനാൻഷ്യൽ പ്ലാനിങ്. Better financial planning, accidents and medical emergency can happen without warning, and a good health insurance policy will ensure a better financial planning. എന്താ പറയുന്നത്?
ഒരു നല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും, അതായത് ആക്സിഡൻറ്റ്സ് ആൻഡ് മെഡിക്കൽ എമർജൻസി ഹാസ് ആപ്പൺ വിത്തൗട്ട് വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് വരാം, ഏതെങ്കിലും ആക്സിഡൻറ്റുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് ഒക്കെ നമുക്ക് സംഭവിക്കാം. ദെൻ ആൻഡ് ഗുഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വിൽ എൻഷുർ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നല്ല ഇൻഷുറൻസ് പാക്കേജ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഇറ്റ് വിൽ എൻഷുർ ദ ബെറ്റർ ഫൈനാൻഷ്യൽ പ്ലാനിങ്, നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ടാക്സ് ബെനിഫിറ്റ്, നമുക്കറിയാം ഇൻഷുറൻസ് പോളിസികൾക്കൊക്കെ അടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ചിലത് നമുക്കൊരു ടാക്സ് ബെനിഫിറ്റ് അവൈലബിൾ ആവും. പ്രീമിയം പെയ്ഡ് ഓൺ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഈസ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80D ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, thus reducing the tax burden of the insurer. Then value for money. Besides taking care of the cost of hospitalization, health insurance companies also offer daily cash hospital allowance for expenses incurred on food, transport and all other daily hospital charges. അതായത് ബിസൈഡ്സ് ടേക്കിംഗ് കെയർ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റൽ കോസ്റ്റിന് പുറമെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഓൾസോ ഓഫർ ഡെയിലി ക്യാഷ് ഹോസ്പിറ്റൽ അലവൻസസ് ഫോർ എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഓൺ ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള എക്സ്പെൻസ് കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള, അതുകൂടെ ഹോസ്പിറ്റൽ ബില്ലല്ലാതെ തന്നെ ഫുഡ്, മറ്റുള്ള ചിലവുകൾ കൂടെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് മെഡിക്കൽ ഇൻഷുറൻസിന് ഇത്രമാത്രം റീസെൻ്റായിട്ട് ഇത്രമാത്രം ഡെവലപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് എ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഇൻക്യൂറിങ് മെഡിക്കൽ എക്സ്പെൻസസ് എമംഗ് ഇൻഡിവിജ്വൽസിന് സംഭവിക്കാവുന്ന മെഡിക്കൽ എക്സ്പെൻസസുകൾക്ക് അവർ നേരിടുന്ന ആ ഒരു റിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താം എന്നുദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഇത് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത്രമാത്രം മെഡിക്കൽ ഇൻഷുറൻസ് ഡെവലപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് ഹെൽത്ത് കവർ ഈസ് ഇൻസഫിഷ്യൻറ്റ്. കോർപ്പറേറ്റ്, അതായത് നമ്മൾ പറയുമല്ലോ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ അതുകൊണ്ടൊന്നും ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഇൻഡിവിജ്വൽസിൻ്റെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇൻക്രീസസ് ഇൻ ഇൻസിഡൻസ് ഓഫ് ഡിസീസസ്, പെട്ടെന്ന് കടന്നു വരുന്ന പുതിയ പുതിയ രോഗങ്ങൾ, അതൊരു കാരണമാണ്. ബെറ്റർ ഫൈനാൻഷ്യൽ പ്ലാനിങ്, നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും. ടാക്സ് ബെനിഫിറ്റ്, അതായത് ടാക്സ് റിഡക്ഷന് വേണ്ടിയിട്ടും, ടാക്സ് നമുക്ക് ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുമ്പോൾ ആ പ്രീമിയത്തിനൊന്നും നമുക്ക് എന്താ പറയുക, ഒരു ടാക്സ് പ്രിവിലേജ് ഉണ്ടായിരിക്കും, ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. വാല്യൂ ഫോർ മണി. ബിസൈഡ്സ് ടേക്കിംഗ് കെയർ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഓൾസോ ഓഫർ ഡെയിലി ക്യാഷ് ഹോസ്പിറ്റൽ. ഇതിന് പുറമെ തന്നെ ഹോസ്പിറ്റൽ ബില്ലിന് പുറമെ തന്നെ ഉണ്ടാകാവുന്ന മറ്റുള്ള എക്സ്പെൻസുകൾ കൂടെ കവർ ചെയ്യാമെന്ന് ഉദ്ദേശമുണ്ടും. ഇതൊക്കെയാണ് മെഡിക്കൽ ഇൻഷുറൻസും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. The next one is medical insurance plans. There are a variety of medical insurance plans available to people. Some of them, ഏതൊക്കെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാൻസ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ പ്ലാൻസ്, ഫാമിലി പ്ലാൻസ്, സീനിയർ സിറ്റിസൺ പ്ലാൻ, പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ പ്ലാൻ, കോർപ്പറേറ്റ് ഇൻഷുറൻസ് പ്ലാൻ. ഏതൊക്കെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാൻസ്? ഒന്നിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കാം, ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻഡിവിജ്വൽ പ്ലാൻ. പിന്നെ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ, ഫാമിലിയെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുത്തും. അതിനെ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എന്ന് പറയണം. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ, ആകസ്മികമായിട്ടുണ്ടാകാവുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ. ദെൻ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ പ്ലാൻ, പിന്നെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് പ്ലാൻ. ഇത്രയൊക്കെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാൻസിലെ. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്? Features of health insurance with the hectic lifestyle schedule of people, the risk of persons suffering from disease also has gone up. Then medical expenses are increasing and hence the best advisable thing is to opt for health insurance cover, thereby saving money and other resources in times of emergency. ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ വലിയൊരു മെഡിക്കൽ എക്സ്പെൻസിൽ നിന്ന് ഒഴിവാവാനായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി വേരിയസ് പ്ലാൻസ് ഓഫേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്? ഏതൊക്കെ പ്ലാനുകളാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുന്ന പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
ദെൻ അതിലെ ഫസ്റ്റ് വൺ ഈസ് എന്തൊക്കെ പ്ലാനുകളാണ്? പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, സർജറി ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ, ഫാമിലി ഫ്ലോട്ടർ മെഡിക്ലെയിം ആൻഡ് സ്കീംസ് ഫോർ സീനിയർ സിറ്റിസൺ. ഇത്രയാണ് അതിൽ പറയുന്നത്. അതിൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അവിടെ ദ ഫീച്ചർ കവേഴ്സ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ആൻഡ് ദ പേഴ്സൺ ഈസ് റീഇംബേഴ്സ്ഡ് ആഫ്റ്റർ സബ്മിറ്റിംഗ് ബിൽസ് ആൻഡ് അതർ എക്സ്പെൻസസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ ദി പീരീഡ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് ഹോസ്പിറ്റലൈസേഷനുമായി മുൻപേ ഉള്ള ബില്ലുകളോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ബില്ലുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിച്ചെടുക്കുന്നു. അതായത് ഇത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് ആ ഒരു എമൗണ്ട് മേടിക്കുന്നൊരു വൺ ഓഫ് ദി സ്കീം. അവിടെ നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നാണ് പറയുക. സെക്കൻഡ് വൺ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ ദിസ് ഫീച്ചർ അലൗസ് ദ ഇൻഷുർഡ് ടു ഗെറ്റ് അഡ്മിറ്റഡ് ടു എനി ലിസ്റ്റഡ് ഹോസ്പിറ്റൽ ആസ് പെർ ദ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി വിത്തൗട്ട് പേയിങ് എനിത്തിങ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ദ എൻറ്റയർ എക്സ്പെൻസസ് വിൽ ബി മെറ്റ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ചില സ്കീമുകൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാതെ തന്നെ നമുക്ക് വേണ്ടി എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുകയും അതേസമയം ആ ബില്ല് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു റീഇംബേഴ്സ്മെൻ്റ് ആണ് അവിടെ വരിക. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെ ഓരോ പ്ലാനുകളാണ്. ഇൻഷുറൻസ് കമ്പനി മെഡിക്കൽ ഇൻഷുറൻസിന് കൊടുക്കുന്ന പ്ലാനുകളാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, ദെൻ സർജറി ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. Some plans take care of the life-threatening diseases like cancer, heart attack, brain tumors, kidney failures, etc. This is usually stand-alone policy or can be added as a top-up to the existing policy. അതായത് അതിൽ പ്രത്യേകം പറയുന്നുണ്ടായിരിക്കും, ഒന്നുകിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ സർജറിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം അസുഖങ്ങൾക്കെതിരെ നമ്മളെടുക്കുന്ന പോളിസി അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന പോളിസിയാണ് സർജറി ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. സർജറി ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ. ഇവിടെ ദിസ് സ്കീം കവേഴ്സ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എ പേഴ്സൺ സഫർ ഫ്രം പ്രയർ ടു ടേക്കിംഗ് ദ ഇൻഷുറൻസ് പോളിസി. ദ ഡിസീസ് കവേർഡ് ക്യാൻ ബി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, കിഡ്നി ഫെയിലിയർ എക്സെട്ര. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ, ഓൾറെഡി നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, അതുമൂലം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് പേഴ്സൺ സഫർ ഫ്രം പ്രയർ ടു ടേക്കിംഗ് ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസോ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ എക്സെട്ര. അത്തരം എക്സിസ്റ്റിംഗ് ഇതിന് വേണ്ടി എങ്ങനെയായിരിക്കും അതിൻ്റെ കവറേജ് എന്ന് പറയുന്നത്. ഫാമിലി ഫ്ലോട്ടർ മെഡിക്ലെയിം. ദിസ് ടൈപ്പ് ഓഫ് പോളിസി ഹാസ് എ യൂണിക് ഫീച്ചർ ഓഫ് കാറ്ററിംഗ് ടു ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡറുടെ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കരാറോടുകൂടി ഏർപ്പെടുന്നതാണ് ഇത് ഫാമിലി ഫ്ലോട്ടർ മെഡിക്ലെയിം. ദിസ് ടൈപ്പ് ഓഫ് പോളിസി ഹാസ് എ യൂണിക് ഫീച്ചർ ഓഫ് കാറ്ററിംഗ് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ പോളിസി ഹോൾഡർ. The next one is scheme for senior citizen. Scheme for senior citizen. Then അവിടെ this scheme takes care of elderly people in the form of reimbursement of their medical bills. As per the rule, every health insurance company should offer over to individuals till 65 years of age. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനുകളാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ പ്ലാനുകളാണ്? ദറ്റ് ഈസ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, സർജറി ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കവർ, ഫാമിലി ഫ്ലോട്ടർ മെഡിക്ലെയിം, സ്കീംസ് ഫോർ സീനിയർ സിറ്റിസൺ. ദെൻ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ്, സെക്കൻഡ് വൺ ഈസ് ഫയർ ഇൻഷുറൻസ്, തേർഡ് വൺ ഈസ് മറൈൻ ഇൻഷുറൻസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ്. അത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. Personal accident insurance is one of the popular classes of accident insurance and the supplement to life insurance. It provides ideal protection against death or disability. പേഴ്സണൽ ആക്സിഡൻറ്റിൽ നമ്മൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഡിസേബിൾ ആയാലോ ഉണ്ടാകാവുന്ന നഷ്ടപരിഹാരം. ദോ ദ മെജോറിറ്റി ഓഫ് ദ പോളിസീസ് ഇഷ്യൂഡ് ആർ ടു ഇൻഡിവിജ്വൽസ്, ഇറ്റ് ഹാസ് ഫൗണ്ട് ഫേവർ വിത്ത് എംപ്ലോയേഴ്സ് who offer personal accident insurance benefit
ആസ് എ പാർട്ട് ഓഫ് ദ സർവീസ് ബെനിഫിറ്റ് ടു ദെയർ എംപ്ലോയീസ്. അതായത് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസിനൊക്കെ പലതരത്തിൽ അപകടങ്ങൾ സംഭവിക്കാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. On account of rapid industrialization and great use of complex machinery, industrial accidents are very frequent. To cater to the varying needs, different forms of insurance cover are available. Individuals are given this cover under individual personal accident insurance policy and for grouping of individuals. The insurance companies have designed a group personal accident insurance policy. എങ്ങനെയാണ് അതിൻ്റെ കവറേജ് നോക്കാം. Personal accident policy provides for specific benefit of the insured person suffering from injury resulting in death or disablement solely and directly from an accident caused by a violent external visible means. The bodily injury within 12 calendar month from occurrence therefore shall solely and directly cause or result in death ആവാം, ഫിസിക്കൽ ഡിസബിലിറ്റി ആവാം. ഇത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കൺസിഡറേഷനാണ് നമുക്കത് തരിക. Features of this policy: the maximum liability of the insurer is capital sum insured. മാക്സിമം ലയബിലിറ്റി ഓഫ് ദി ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നിരിക്കുന്നത് വെച്ചാൽ അത്രയും എമൗണ്ടാണ് മാക്സിമം ലയബിലിറ്റി വരുന്നത്. ദ എമൗണ്ട് ഓഫ് ദ ക്ലെയിം ഈസ് പേബിൾ ടു ദ ഇൻഷുർഡ് പേഴ്സൺ ഓർ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദ കേസ് ഓഫ് ഡെത്ത്. അതായത് ഇൻഷുർഡ് പേഴ്സൺസിന് ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൈമാറുകയോ ചെയ്യാം. നോ വീക്ക്ലി കോമ്പൻസേഷൻ ഷാൾ ബിക്കം പേയബിൾ അൺടിൽ ടോട്ടൽ എമൗണ്ട് ഷാൾ ഹാവ് ബീൻ അസർടെയിൻ ആൻഡ് അഗ്രീഡ് ടു. പേഴ്സണൽ ആക്സിഡൻറ്റ്സ് കവർ വിത്ത് അനദർ ഇൻഷുറർ മസ്റ്റ് ബി വിത്തിൻ ദ നോളജ് ആൻഡ് റിട്ടൺ പെർമിഷൻ ഓഫ് ദ ഇൻഷുറർ ഓർ എൽസ് പോളിസി ബിക്കംസ് വോയിഡ്. Then age limit between 16 to 25 years. The upper age is relaxable in certain cases. ഇത്ര വരെയാണ് നമ്മൾ പേഴ്സണൽ ഇൻഷുറൻസ് കവറേജ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് നൽകുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. എന്താണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് നോക്കാം. പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി വെയർ ബൈ ദ ഇൻഷുറൻസ് കമ്പനി അണ്ടർടേക്ക് to indemnify the insured against the financial loss arising out of damage or destruction of a specified property. ഒരു പ്രത്യേക പ്രോപ്പർട്ടിക്ക് ഉണ്ടാകാവുന്ന നഷ്ടത്തെ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന്മേൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഇൻഷുറൻസിനെയാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി വെയർ ബൈ ദ ഇൻഷുറൻസ് കമ്പനി അണ്ടർടേക്ക് ടു ഇൻഡെമിനിഫൈ ദ ഇൻഷുർഡ് against the financial loss arising out of damage or destruction of the specified property. It provides protection against most risk to property such as fire, theft, and some damages on account of climatic condition. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇത്തരം അപകടങ്ങൾ മൂലം നഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ഒന്നുകിലും മോഷണം സംഭവിക്കാം, തീപിടുത്തം സംഭവിക്കാം, നാച്ചുറൽ കലാമിറ്റീസ് മൂലം എന്തെങ്കിലും നഷ്ടം സംഭവിക്കാം, അതിനെതിരെ ഒരു പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യുന്നതിനെയാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അതിന് കവറേജ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കവറേജ്, ഒന്നുകിൽ അത് റീപ്ലേസ് ചെയ്യാം, അതിൻ്റെ കോസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ആക്ച്വൽ ക്യാഷ് വാല്യൂ കവറേജ്, എത്രയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യാം. എക്സ്റ്റെൻഡഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, അതല്ലെങ്കിൽ ഇറ്റ് വിൽ പേ ഓവർ ദി കവറേജ് ലിമിറ്റ് അപ് ടു 25%. 25% വരെ കവറേജ് നൽകാം എന്നുള്ളതാണ് ഓഫ് ദ ലിമിറ്റ് ഇഫ് ദ കോസ്റ്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻഷുർഡ് ഹാസ് ഇൻക്രീസ്ഡ്. ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. Motor vehicle insurance got a great momentum. Then persons who are injured or killed due to the negligence of the motorist could not get financial redress because the insurance schemes are available at that time. To mitigate the financial difficulties caused to the person, the Motor Vehicle Act 1939, amended from time to time, has made it compulsory for the motorist to insure against the risk of liability to third party. Vehicles for this purpose are classified into, അതായത് സാധാരണ രീതിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും അവിടെ എന്താക്കിയേക്കാണ് മോട്ടോർ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള രീതിയിൽ, കാരണം വെഹിക്കിൾ ഇൻഷുറൻസ് നിർബന്ധമാക്കിയേക്കാണ്. അതായത് അതുമൂലം ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകാവുന്ന അപകടങ്ങളെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ്
ഏതൊക്കെയാണ് അത്തരത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ളത് വെച്ചാൽ പ്രൈവറ്റ് കാർ, നോട്ട് യൂസ്ഡ് ഫോർ ക്യാരിയിങ് പാസഞ്ചേഴ്സ്, commercial vehicles such as goods carrying vehicles, passenger vehicles, tractors and others, motorcycles, scooters and motorcycles. അതിൽ ഏതൊക്കെ പോളിസികളാണ്? ആക്ട് ലയബിലിറ്റി പോളിസി, തേർഡ് പാർട്ടി ഓൺലി, കോംപ്രിഹെൻസീവ് പോളിസി. Then first one is act liability policy. This policy is designed to meet the requirement of Motor Vehicles Act 1988, which provides for compulsory insurance in regard to liabilities arising out of the use of motor vehicles in public place. This kind of policy is limited to body injury or death of the third parties. The Act also lays down the limit of the liability of different types of vehicles. The policy, besides the cover is required to under the Motor Vehicles Act, provides for indemnification of the claims cost and expenses which the insured shall become legally liable to pay as also cost expenses. അതായത് ആക്ട് ലയബിലിറ്റി ക്ലോസ് ഏതെങ്കിലും രീതിയിൽ മൂന്നാമതൊരാൾക്ക് ഉണ്ടാക്കാവുന്ന ലയബിലിറ്റീസ് കവർ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കുന്ന പോളിസികളാണ് ആക്ട് ലയബിലിറ്റി പോളിസീസ്. ദ നെക്സ്റ്റ് വൺ ഈസ് തേർഡ് പാർട്ടി. This policy covers liabilities of the third parties who suffered loss in connection with the damage of property or personal injury or death. Thus, this policy indemnifies the insured against his legal liability in respect of damaged property of third party. അതിൽ പ്രൈവറ്റ് കാർ അൺലിമിറ്റഡ് എത്രയാണ് എന്ന് പറയുന്നില്ല. ഗുഡ്സ് ഓർ പാസഞ്ചർ ക്യാരിങ് 20,000, അതർ ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് 50,000. ഇനി കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ട്. കോംപ്രിഹെൻസീവ് പോളിസിയിൽ സമഗ്രമായിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോളിസികളെയാണ് കോംപ്രിഹെൻസീവ് പോളിസി എന്ന് പറയുക. ഡാമേജ് ടു കാർ പാർട്സ് ഓർ ബോഡി, റിമൂവൽ ചാർജസ് ഫോർ റിപ്പയേഴ്സ്, തേർഡ് പാർട്ടി ലയബിലിറ്റീസ്, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻഗേർഡ് വിത്ത് റിസ്ക്, റിപ്പയർ ചാർജസ്, മെഡിക്കൽ എക്സ്പെൻസസ്. On payment of extra premium, the following risks are also insured: death or injury to family members, riot, strike, theft, etc. ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ദെൻ അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വെഹിക്കിൾസ്, റിസ്ക് ഇൻഫർമേഷൻ, ഡിക്ലറേഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഏത് പോളിസി എടുക്കാറുള്ളത്? മോട്ടോർ വെഹിക്കിൾ പോളിസീസ് എടുക്കാറുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അതർ കാറ്റഗറീസ് ഓഫ് ഇൻഷുറൻസ്. ഇനി മിസ്ലേനിയസ് ഇൻഷുറൻസ് എന്നൊക്കെ പറയും. ഇതിലൊന്നും കൂടാതെയുള്ള ചില ഇൻഷുറൻസുകളെയാണ് മിസ്ലേനിയസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ബഗ്ലറി ഇൻഷുറൻസ്, ഇൻഷുറൻസ് ഓഫ് മണി ഇൻ ട്രാൻസിറ്റ്, ഫിഡലിറ്റി ഇൻഷുറൻസ്, എംപ്ലോയീസ് ലയബിലിറ്റി ഇൻഷുറൻസ്, ഏവിയേഷൻ ഇൻഷുറൻസ്, ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ്, ക്രോപ്പ് ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ്. ബഗ്ലറി. This type of insurance cover losses against out of the burglary, which means theft or property from the premises upon entry of the said premises by violent and forcible means. അത് ബഗ്ലറി. ഏതെങ്കിലും രീതിയിൽ മോഷണം സംഭവിക്കുമ്പോൾ അതിനെതിരെ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബഗ്ലറി ഇൻഷുറൻസ് എന്ന് പറയാം. ഇനി ഇൻഷുറൻസ് ഇൻ മണി ട്രാൻസിറ്റ്. This is modified version of burglary insurance. It covers money or securities or transit between the insurer premises, the bank or other specified places. This cover is usually granted to commercial and industrial establishment. സാധാരണ രീതിയിൽ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ദെൻ മണി ഇൻ ട്രാൻസിറ്റ് ആ രീതിയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് കവറേജ് നൽകാമെന്ന് പറയുന്നതാണ് ഇൻഷുറൻസ് ഓഫ് മണി ഇൻ ട്രാൻസിറ്റ്. ഫിഡലിറ്റി ഇൻഷുറൻസ്, വിശ്വസ്തത. ഇവിടെ ഡിസോണസ്റ്റി ഓഫ് എംപ്ലോയീസ്. അപ്പോൾ സാധാരണ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഫിഡലിറ്റി ഇൻഷുറൻസ്? ഇൻ ദിസ് ഇൻഷുറൻസ് കവറേജ് ഈസ് ഗിവൺ ടു ദ ഡിസോണസ്റ്റി ഓഫ് ദ എംപ്ലോയീസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ക്യാരിങ് ഓഫ് മണി. പണം കൈകാര്യം ചെയ്യുന്നതിലെ എംപ്ലോയീസിൻ്റെ വിശ്വസ്തത, ഡിസോണസ്റ്റി അതിനെടുക്കുന്ന ഇൻഷുറൻസാണ് ഫിഡലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇഫ് ആൻ എംപ്ലോയി ലീവ്സ് ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ മണി എൻട്രസ്റ്റഡ് ടു ഹിം, such loss is compensated to the employer by the insurer under fidelity insurance. Next one is employer's liability insurance. This insurance covers the liability of an employer arising from the modern labor laws. ഇവിടെ മോസ്റ്റ് എംപ്ലോയീസ് ലയബിലിറ്റി ഇൻഷുറൻസ് പോളിസീസ് ആർ ഇഷ്യൂഡ് ടു കവർ ദ ലയബിലിറ്റി അണ്ടർ ദി ഫാറ്റൽ ആക്സിഡൻറ്റ് ആക്ട് 1955, ദ വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ട് 1923. എന്താ പറയുക, ഫാക്ടറിയിൽ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ എംപ്ലോയീസ് ലയബിലിറ്റി എന്നാണ് പറയുക. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ബാധ്യതകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെതിരെ
ഫാക്ടറി ഓണേഴ്സിനൊക്കെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഇൻഷുറൻസ് കവറേജാണ് ഇത്, എംപ്ലോയേഴ്സ് ലയബിലിറ്റി ഇൻഷുറൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ആവിയേഷൻ ഇൻഷുറൻസ് ആണ്. The policy under aviation insurance is divided into 3 sections: loss or damage to aircraft, third party legal liability to passengers. ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസിലെ ദെൻ അവിടെ മെയിൻലി ടു ദ ഇൻഷുറൻസ് ഓഫ് ഹോഴ്സ് ഓർ കാറ്റിൽ. ദിസ് പോളിസി പ്രൊവൈഡ്സ് ഇൻഡെമിനിറ്റി അഗെയിൻസ്റ്റ് ലോസ് ഓർ ഹോഴ്സ് ഓർ കാറ്റിൽ. ലൈഫ് സ്റ്റോക്ക്, അതായത് വളർത്തു മൃഗങ്ങൾക്ക് സംഭവിക്കാവുന്ന അപകടങ്ങൾക്കെതിരെ നമ്മൾ എടുക്കുന്നതാണ് ഇത് ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ്. ക്രോപ്പ് ഇൻഷുറൻസ്, വിളകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ക്രോപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്രോപ്പ് ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് അണ്ടർ വിച്ച് ദ ഇൻഷുറർ അണ്ടർടേക്ക് ടു ഇൻഡെമിനിഫൈ ദ ലോസ് കോസ്ഡ് ടു ദ standing crops due to the occurrence of an uncertain events. Then last one is employees state insurance. According to ESI Act 1948, it is compulsory for employers to insure their employees with an aim of providing certain benefit to them like sickness benefit, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ബെനിഫിറ്റ്. ഇതൊക്കെയാണ് നമ്മളവിടെ ESI എന്ന് പറയുന്ന ആക്ടിൻ്റെ കീഴിൽ വരിക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഏതൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക്? വളരെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഏതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ദെൻ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും ജനറൽ ഇൻഷുറൻസിൽ ഫയറും മെറൈനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ദെൻ ജനറൽ ഇൻഷുറൻസ് കൺസിസ്റ്റ് ഓഫ്, ജനറൽ ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ഏതൊക്കെയാണ് ജനറൽ ഇൻഷുറൻസ് ക്ലാസിഫിക്കേഷൻ? ഫയർ ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ആൻഡ് മിസ്സലേനിയസ് ഇൻഷുറൻസ്. ഇത്രയാണ് ഇതിൻ്റെ കീഴിൽ വരിക, ജനറൽ ഇൻഷുറൻസിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ അത് ഓരോന്നും വൃത്തിയായിട്ട് നമ്മൾ പഠിക്കണം. അതിൽ ലൈഫ് ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസും മെറൈൻ ഇൻഷുറൻസും ഒന്നുകൂടെ നമ്മൾ അപ്പുറത്തെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദെൻ ഇവിടെ പേഴ്സണൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. അതിൽ ബഗ്ലറി ഇൻഷുറൻസും ഫിഡലിറ്റി ഇൻഷുറൻസും ഒക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ വായിച്ച് നോക്കി പഠിക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.